ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. മിശിഹായിൽ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ഇന്ന് ലോകാസകലം ക്രിസ്മസിൻ്റെ സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ്. ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഇടയിൽ നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ നമ്മൾ പിടിച്ചുപറ്റുന്നത് വിളക്കുകളിലേക്കാണ്, അലങ്കാരങ്ങളിലേക്കാണ്, നക്ഷത്രങ്ങളിലാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയിലേക്കൊക്കെയാണ്. ഇത് നൽകുന്ന ആ വലിയൊരു സന്ദേശം ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ഇന്ന് ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സമൂഹത്തിലും എവിടെ നോക്കിയാലും ഈ പ്രകാശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ആ ക്രിസ്തുവിൻ്റെ പ്രകാശം എൻ്റെ ഹൃദയത്തിലുണ്ടോ, എൻ്റെ മനസ്സിലുണ്ടോ, എൻ്റെ ആത്മാവിലുണ്ടോ? അതോ അവിടെ അന്ധകാരത്തിൻ്റെ ഇരുണ്ട മേഖലകൾ, അന്ധകാരത്തിൻ്റെ എന്ന് പറയുമ്പോൾ തിന്മയുടെ, ദുശീലങ്ങളുടെ, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ, അസൂയയുടെ വലിയ ഘടകങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് തുറന്ന് സ്വീകരിക്കാം. അവിടെയുള്ള ഇരുള്, അന്ധകാരം നീങ്ങട്ടെ. അവിടെ ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നിലനിൽക്കട്ടെ. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ഈ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവമായ അവിടുന്ന് മനുഷ്യനായി അവതരിച്ചപ്പോൾ പരിമിതികളെ ഉൾക്കൊണ്ടു, കുറവുകളെ അംഗീകരിച്ചു, ഇല്ലായ്മകളെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരുന്ന ഉണ്ണീശോയാണ് ആക്കിടയന്മാർക്ക് അടയാളമായിട്ട് നൽകിയത്. നമുക്കും ഈ ക്രിസ്മസ് സന്തോഷവേളയിൽ, ഈ ആഘോഷവേളയിൽ പരിമിതികളുള്ളവരെ ചേർത്ത് നിർത്താം, കുറവുകളെ മനസ്സിലാക്കാം, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവരുടെ നന്മയെ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുവാനും നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും, അങ്ങനെ നമ്മുടെ ജീവിതം വലിയൊരു സദ്വാർത്തയായി മാറുവാനും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ കുടുംബാംഗങ്ങൾക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 24 ദിവസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം നമ്മളന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് വളരെ സന്തോഷത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് തുടർന്നും അനുഭവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ കൗതാശിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും വചന ജീവിതവും കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉറപ്പാക്കാം. പുതുവർഷത്തിൽ നാം എല്ലാവരും പുത്തൻ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഈ 2026 പുതുവർഷത്തിൽ എന്നും എപ്പോഴും ഈശോയോടൊപ്പമായിരിക്കും എന്നതായിരിക്കട്ടെ നാം എടുക്കുന്ന ആദ്യത്തെ തീരുമാനം. എല്ലാവർക്കും കേരള ജീസസ് ഫാമിലി ടീമിന്റെ ക്രിസ്തുമസ് ആശംസകൾ. ഞാൻ ലാസർ. ഞാൻ രാജി ലാസർ. ഇന്ന് നമുക്കറിയാമല്ലോ, വചനം പറയുന്നത് പോലെ ഇന്ന് നമുക്കായി ഒരു രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. രാജാതിരാജൻ നമുക്കിന്ന് ഉൾക്കൊള്ളിൽ ജനിച്ചിരിക്കുന്ന ദിവസമാണിത്. പ്രിയമുള്ളവരെ, കേരള ജീസസ് യൂത്ത് ഫാമിലി ഇന്റർസെഷൻ ടീമിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ക്രിസ്മസ് ആശംസകളും എല്ലാ ജീസസ് യൂത്ത് ഫാമിലീസിനും നേർന്നുകൊള്ളുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ചോയ്സ് ടീമിന്റെ ക്രിസ്തുമസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ജീസസ് യൂത്ത് കുടുംബങ്ങൾക്കും കേരള ജീസസ് യൂത്ത് ഫാമിലി മിഷൻ ടീമിന്റെ ക്രിസ്മസ് ആശംസകൾ. കേരളത്തിലെ എല്ലാ ജീസസ് യൂത്ത് കുടുംബങ്ങൾക്കും കേരള ഫാമിലി സ്മോൾ ഗ്രൂപ്പ് ടീമിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഫാമിലി റിട്രീറ്റ് ടീമിന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ വിഷസ്. എല്ലാ ജീസസ് ഫാമിലീസിനും എക്കമനി കപ്പിളിന്റെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.